നടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യേ. വിഷയം കെട്ട് വള ഇന്ത്യ സിനിമയിലെ ഷോമാല. എനിക്ക് വയ്യ. വാടകക്കാരി അത്ര മോശമല്ല. മോളോ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നു? എന്റെ തങ്കം, വെയിൽ കൊള്ളരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു, നീ കേൾക്കില്ല. ഇവിടെ വെയിലില്ല ഏട്ടാ. അത് നിന്റെ തോന്നലാണ്. ഇങ്ങോട്ട് വന്നേ. തൽക്കാലം ദേ ഈ തണലത്ത് ദേ ഇവിടെ ഇരുന്നോ. തലനീരിറങ്ങി പെടലി പൊഴിച്ചാലേ ഞാൻ പെടലിക്കിട്ട് വീക്കുന്ന നാട്ടുകാര് പറയൂ. അത് ശരിയാ സർ. അതിരിക്കട്ടെ, നീ ഇന്ന് ഫേഷ്യൽ ചെയ്തില്ലേ? ഇല്ല ഏട്ടാ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുളിച്ചില്ലെങ്കിൽ കൂടി കാലത്തും വൈകിട്ടും ഫേഷ്യൽ ചെയ്തിരിക്കണം. അങ്ങോട്ട് ചാരിയിരുന്നേ. നീ ഇനി റെസ്റ്റ് എടുക്ക. നിന്നെ സഹായിക്കാൻ ഞാൻ ത്രേസ്യാമ്മയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ പോണ്ടേ? പിള്ളേരുള്ളതല്ലേ? അതൊന്നും പ്രശ്നമല്ല. അതെ, ഇങ്ങ് വന്നേ ത്രേസ്യാമ്മേ. എന്താ സർ? ഇവള് പറഞ്ഞ പോലെ വീട്ടില് കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. കുട്ടികളാ തടിമാടന്മാരായ 3 ആൺമക്കൾ. അപ്പൊ ഭർത്താവോ? അതിനാര് കല്യാണം കഴിച്ചു? സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച പല കാര്യങ്ങളും നടക്കും. പക്ഷേ ഇത് ത്രേസ്യാമ്മ തന്നെ മനസ്സ് വെച്ചിട്ട് നടന്ന കാര്യ. വരണം. ആരാ മനസ്സിലായില്ല? അല്ല, എവിടെയാ താമസം? ഞാൻ അപ്പുറത്തെ വീട്ടിലെ താമസം. ഓഹോ, പുതിയ താമസക്കാരൊക്കെ വന്നു അറിഞ്ഞു. അപ്പോ ആരൊക്കെ ആണെന്ന് അറിയണമല്ലോ. എന്റെ പേര് വാസുദേവ്. ഈ ആലുക്കാസിനും ജോസ്കോയ്ക്കും അത്യാവശ്യം ഗോൾഡ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് നാട്ടുകാരനെ ഗോൾഡ് വാസു എന്ന് വിളിക്കും. ഇതെന്റെ ഭാര്യ തങ്കമണി. എടി, ഇവിടെ നിന്ന് വെയിൽ കൊള്ളാതെ നീ അകത്ത് ചെന്ന് AC ഇട്ട് അവിടെ ഇരിക്കേ. ഒന്നും പറഞ്ഞ അനുസരിക്കില്ലെന്നേ, കുട്ടികളെ പോലെയാ. അല്ല, മക്കള് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് നിന്നിട്ട് വേണ്ടേ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാൻ. ഫുൾ ടൈം ഓട്ടമല്ലേ? അതെന്താ? അല്ല, ഈ ബിസിനസിന്റെ തിരക്കേ. എനിക്ക് ഈ 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം വെറുതെ ഒന്ന് താമസിക്കാൻ വേണ്ടിട്ടാ ഈ വീട് എടുത്തത്. എങ്ങനെയുണ്ട് ഈ വീട്? നല്ല ഐശ്വര്യമുള്ള വീടാ. ഇവിടെ താമസിച്ചവരൊക്കെ രക്ഷപ്പെട്ടാ പോയിരിക്കുന്നത്. സത്യം തന്നെ. രക്ഷപ്പെട്ടു പോയിരിക്കുന്നതേ കടക്കാരുടെ കയ്യിൽ നിന്നാണെന്ന് മാത്രം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പോണ്ട. അതെ. അല്ല, പരിചയപ്പെടാൻ വന്ന ആള് പേര് പറഞ്ഞില്ല. സുബലക്ഷ്മി. ഞാനും എന്റെ ഭർത്താവും 2 കുട്ടികളെ ഇവിടെ. ഓ, അദ്ദേഹം ഡോക്ടറാണ്. എന്താ പേര്? ഞാൻ നേരത്തെ പറഞ്ഞു, സുബലക്ഷ്മി. അതല്ല, ഭർത്താവിന്റെ. ഡോക്ടർ ഭാർഗവൻ പിള്ള, ഡോക്ടർ. നന്നായി. അല്ലേലും അയലത്തൊരു ഡോക്ടർ ഉള്ളത് ഭാഗ്യ. ഇനി ഈ പെടലിയും കൊണ്ട് ഞാൻ ഇനി അലയേണ്ടതില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇതെന്ത് സംഭവിച്ചു? ഇതൊരു കഥയാ. 100 പവന്റെ ഒരു ഒറ്റമാല അണിയണമെന്ന് ഇവൾക്കൊരു മോഹം. നമ്മളാകെ കൂടി ഒരു ഭർത്താവല്ലേ, പോരാത്തവരിന് സ്വർണ്ണ കച്ചവടക്കാരനും. അപ്പൊ തന്നെ 100 പവന്റെ ഒരു മാല പണിത് കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഞരമ്പ് വലിഞ്ഞ് കഴുത്തുളുക്കി. 100 പവന്റെ മാലയോ? അതിലെന്താ കാര്യം? അത് പോട്ടെ, ഡോക്ടർ അവിടെ ഇല്ലേ? അല്ല, ഞങ്ങൾ അങ്ങോട്ടൊന്ന് പരിചയപ്പെടാൻ ഇരിക്കായിരുന്നു. ചേട്ടൻ പുറത്തു പോയിരിക്കാ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങള് തിരക്കൊഴിഞ്ഞൊരു ദിവസം വരൂ, നമുക്കവിടെ ഇരിക്കാം. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓക്കെ. ഇത് പാലക്കാടെയാ? അല്ലല്ല, ഇവളുടെയാ. ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അയാളൊരു തമാശ. വാ മോളൂ. 100 പവന്റെ ഒറ്റമാല ആര് വിശ്വസിക്കാൻ? ഈ കണക്കിനാണെങ്കിൽ സോണിയാഗാന്ധി ചികിത്സിച്ചത് എന്റെ ഏട്ടനാണെന്ന് പറഞ്ഞൂടെ? 100 പവൻ കള്ളി. മോള് വരൂ. മുന്നോട്ട് പോയിരുന്നു. ശ്വാസം വലിച്ചു വിട്ടേ. പുതിയ ആളെ എത്തിയില്ലേ? പാതിരാത്രിയിൽ എപ്പോഴോ മണിയടി കേട്ട് ഞാൻ ചെല്ലുമ്പോ മാതാവിന്റെ മുമ്പിൽ കിടന്ന് കരയായിരുന്നു ഇവള്. ഇതാര്? പൊന്നുമോളാ? മിടുക്കിയ. ഇവൾക്ക് ഞാൻ തന്നെ പേരിടും. ഈ ഓർഫനേജിൽ ഡോക്ടർ എത്തിയ നാൾ മുതൽ ഇന്ന് വരെ വന്നിട്ടും പോയിട്ടുമുള്ള എല്ലാ കുട്ടികൾക്കും ഡോക്ടർ തന്നെയല്ലേ പേരിട്ടിരിക്കുന്നത്? അത് ശരിയാ. അപ്പോ ഇവൾക്ക് ഞാൻ മാതാവിന്റെ പേര് തന്നെ ഇടാം. മേരി. മേരി മേരി മേരി. ഓ
മാവുംതാഴത്ത് പരേതനായ ബീരാൻകുട്ടി സാഹിബിന്റെ പുന്നാര ബീവി നൂർജഹാനുണ്ടോ? ഉണ്ടല്ലോ. ബീരാൻകുട്ടി സാഹിബിന്റെ പുന്നാര ബീവി നൂർജഹാൻ ഇവിടെ തന്നെ ഉണ്ട്. ആരാ വന്നിരിക്കുന്നത്? ആരാ വന്നെന്നാ ചോദിച്ചു. എന്തേ മിണ്ടാ നാവില്ലേ? എനിക്ക് മനസ്സിലാവൂല എന്ന് വിചാരിച്ചു അല്ലേ? കളി ഈ നൂർജഹാനോട് വേണ്ട. എന്റെ മയ്യത്തെടുക്കാൻ വേണ്ടി എന്റെ മരുമകള് അദബിയ പറഞ്ഞയച്ചതാണ് നിങ്ങളെയൊക്കെ അല്ലേ? എന്താ മിണ്ടാത്തെ? കാക്ക പറഞ്ഞാലും കരിയല്ല ഇണങ്ങിയാലും ഉമ്മക്ക് എന്നെ കുറ്റം പറയാനേ നേരുള്ളൂ. അതേടി, നീ എന്നെ കൊല്ലാൻ ആൾക്കാരെ ഏർപ്പാടാക്കുന്നുണ്ടെന്നുള്ള വിവരം എന്റെ കാതിൽ വിടുന്നുണ്ട്. ഉമ്മ, ഇത് ഞാനാ, ഉമ്മാടെ മോൻ, ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള. അപ്പൊ നീയായിരുന്നോ കള്ള ഹിമാറെ? ഉമ്മാടെ കാഴ്ച ശക്തി പരിശോധിക്കാൻ ഞാനൊരു ടെസ്റ്റ് നടത്തിയതാ. അതിനും അതബിക്കാ വഴി. ആ, അത് ഉമ്മയുടെ ഒരു ഹോബിയാ ഡോക്ടറെ. നീ സംസാരിക്കണ്ട. വന്നിരിക്കുന്നത് എന്റെ മോനാ. അവനോട് ഞാൻ പറഞ്ഞോളാം. വാ വാ. ഡോക്ടറെ, ഓ, ഇവളെങ്ങനെയാ നമ്മുടെ തറവാട്ടിൽ വന്നത്? പണ്ട് തോട്ടപ്പള്ളിയിൽ ഒരു കല്യാണത്തിന് പോയതാ ഞാനും ഇബ്രാഹിം കുട്ടിയും കൂടി. അവിടെ കല്യാണം കൂടാൻ വന്നവളാ ദാ ഇവള്. ഇബ്രാഹിം കുട്ടിക്ക് ഇവളെ കണ്ട് പൂതി കയറിയപ്പോ കയ്യിൽ കിടന്ന വള ഊരി അവളുടെ കയ്യിലിട്ടിട്ടാ ഞങ്ങൾ തിരികെ പോന്നത്. ഓ ഓ, തീർന്നില്ല. ഇവള് ഈ തറവാട്ടിൽ വന്ന് കേറിയ അന്നു മുതൽ എന്റെ മോനെ നാട് കടത്താനുള്ള ശ്രമമായിരുന്നില്ലേ? അവസാനം ഇവള് വിജയിച്ചു. എന്റെ മോൻ ഇവിടുന്ന് പോയിട്ട് 10 വർഷം കഴിഞ്ഞു. അതൊക്കെ പഴയ കഥയല്ലേ എന്റെ ഉമ്മ. ഇബ്രാഹിം കുട്ടി നാട് വിട്ടു പോയതൊന്നും അല്ലല്ലോ. അവന് നല്ല ജോലിയല്ലേ ഗൾഫില്. കൃത്യമായിട്ട് പണം അയക്കണില്ലേ, ഫോൺ വിളിക്കണില്ലേ? ഉമ്മയുടെ സംസാരം കേട്ടാ ഞാൻ കാരണം അയക്കാൻ നാട്ടിലേക്ക് വരാത്തേന്ന് തോന്നുന്നു. അതെ, നീ തന്നെയാ. നിനക്കറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോ എന്റെ മോൻ എന്നോട് പറയാ, ഉമ്മ, നമ്മുടെ വടക്കൈപ്പറമ്പിലെ വരിക്കപ്ലാവിലെ ചക്കച്ചൊളേന്റെ രുചി ഓർത്ത് എനിക്കിവിടെ നിക്കാൻ വയ്യാന്ന്. ഇവൾ അപ്പ തന്നെ ചക്കയെ വെട്ടി മുറിച്ച് ആ പോക്കിരി കുഞ്ഞിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയച്ചു. അവൻ പിന്നെയും വിളിച്ചു, ഉമ്മാ, ഉമ്മാന്റെ മുറിയോട് ചേർന്നുള്ള മൂവാണ്ടം മരത്തിലെ മാമ്പഴം തിന്നാൻ എനിക്ക് കൊതിയാവുന്നു. താമസിച്ചില്ല, ഈ അദബിയ അപ്പ തന്നെ ആ മാമ്പഴം കെട്ടി പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുത്തയച്ചു. ഉമ്മ, അദബിയെ കരയണ കണ്ടില്ലേ? കള്ള കണ്ണീരാ. നിക്കാ കഴിച്ച അന്ന് തുടങ്ങിയതാ. എന്തെങ്കിലും പറഞ്ഞ ചുറന്നൊരു കള്ള കണ്ണീര്. എനിക്ക് എന്റെ മോനില്ലാണ്ടായ ഇവക്കെന്താ? ഒരു ടാപ്പ് തുറന്ന ചൂടുവെള്ളം, മറ്റേ ടാപ്പ് തുറന്ന പച്ചവെള്ളം കിട്ടുന്ന ഒരു വലിയ ബംഗ്ലാവ് കിട്ടിയില്ലേ? എനിക്ക് വേണ്ട ഉമ്മ, ചൂടുവെള്ളം ബംഗ്ലാവ് ഒന്നും വേണ്ട. നിങ്ങൾ കേൾക്കുന്നില്ലേ ഡോക്ടറെ? നാട്ടിലുണ്ടായിരുന്ന അത്രയും കാലം കൂടെ നടന്ന ആളല്ലേ നിങ്ങള്. എനിക്ക് മോഹമില്ലാന്നിട്ടാണോ ഒന്നിച്ച് ജീവിക്കാൻ? കഴുത്തുമുട്ടി കടമായിട്ടാ ഇവിടുന്ന് പോയത്. 4 വർഷം പണിയെടുത്തൊന്ന് നേരെ നിന്നപ്പോ എന്നോട് പറയാ, 2 മാസത്തെ ശമ്പളവും വിമാനക്കൂലി ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് പണി തുടങ്ങാമെന്ന്. പിന്നെ വീട് പണി തീർത്തതിലുള്ള കടമായി. അവസാനം 8 വർഷം കൂടി നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാ ദാ ഇവളുടെ നിക്കാഹ്. അതും കഴിച്ച് പുയ്യാപ്പിളെ ഗൾഫിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞപ്പോ വർഷം 10ആയി. നഷ്ടം എനിക്ക് മാത്രം. അല്ലാതെ ബംഗ്ലാവ് പൊന്നൊന്നും അതബിയ സ്വപ്നം കണ്ടിട്ടില്ല. അദബി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് അറിയാത്തതാണെന്ന് നീ ധരിക്കുന്നുണ്ടോ? അല്ല ഡോക്ടർ, പക്ഷെ പറയുമ്പോ ഒന്നുമില്ല, ഒക്കെ ഒരു നേരം പോക്കാ. ഷാഹിന, നീ ഉമ്മച്ചി വിളിച്ച് അകത്തുകൊണ്ട് പോ. ഉമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇബ്രാഹിം കുട്ടി നാട്ടിൽ വരണം, അത്രയല്ലേ ഉള്ളൂ. ഈ പ്രയാസം നെഞ്ചിൽ കൊണ്ട് നടക്കുന്നുകൊണ്ടാ കണ്ണിലെ മൂടൽ മാറാത്തത്. ഞാൻ തന്ന തുള്ളി മരുന്ന് മുടങ്ങാതെ കണ്ണിലൊഴിച്ചാൽ ഇബ്രാഹിം കുട്ടിയെ ഇവിടെ കൊണ്ടുവരും ഈ ഡോക്ടർ. നോക്കണ്ട, ഞാൻ പറഞ്ഞ അവൻ കേക്കില്ലാന്നുണ്ടോ? മോൻ പറഞ്ഞാലേ അവൻ കേക്കൂ. പറയൂ, ഉമ്മക്ക് അവനെ കാണാൻ കൊതിയാവുന്നു. മരുന്നൊക്കെ കഴിച്ച് നല്ല മോളായിട്ടിരുന്ന ഈ ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള ദുബായി ചെന്ന് കൂട്ടിയിട്ട് വരും ഉമ്മാന്റെ ഇബ്രാഹിം കുട്ടിയെ. നീയാണടാ ബിലാലെ ഉമ്മാന്റെ മൂത്ത മോൻ. ശാലുച്ചി, ഞാൻ വലുതാവുമ്പോ ഇതുപോലൊരു സ്കൂട്ടർ തന്നെ എടുക്കും. എഴുന്നേറ്റ് പോടാ അവിടുന്ന്.
വലുതാവുമ്പോ വാങ്ങാൻ പറ്റിയ ഒരു ഷെഡാക്ക്. എന്റെ ആഗ്രഹങ്ങളൊക്കെ ചതച്ചടച്ച വണ്ടിയായിരുന്നു. വിടേടി. ഞാൻ ഇത് എപ്പ തീടുന്ന് എനിക്കെന്നെ അറിയില്ല. ഓ എന്തെങ്കിലും ഒരു മോഹം പറയുമ്പോ അപ്പ തുടങ്ങും. മോനെ ശ്യാംകുട്ട, നീ അപ്പുറത്തെ തങ്കമണിയുടെ വീട്ടുമുറ്റത്ത് പോയി നോക്കിയേ. അതുപോലെ ഒരെണ്ണ എന്റെ മോൻ മോഹിക്ക്. എന്നിട്ട് അത് സ്വന്തമാക്കാൻ നീ ഒന്ന് പരിശ്രമിക്കടാ. ഓ എനിക്കൊന്നും വേണ്ട. വല്ലവരുടെ മുറ്റത്തെ ബെൻസിനേക്കാളും നമ്മുടെ മുറ്റത്തെ ലാമ്പിയല്ലേ നല്ലത്. അയ്യടാ, ഒരു തത്വചിന്തകൻ. മര്യാദക്ക് പഠിച്ച് MBBS എടുത്തണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ എന്തിനാ എപ്പോഴും അവനോട് MBBS എടുക്കുമെന്ന് പറയുന്നേ? അതെ, ഇവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഒരു ഉണക്ക ഹോമിയോ ഡോക്ടറിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പടാ, ഇവിടെ ഉള്ള ഹോമിയോ ഡോക്ടറിനെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക. പാലെടുത്ത് കുടിച്ചിട്ട് രണ്ടാളും പോയി കിടന്ന് ചെല്ല്. അമ്മ പാല് കുടിക്കുന്നില്ലേ? ഓ, മിൽമ പാലിന്റെ വില കൂടി നിറഞ്ഞപ്പോഴേ തന്ത്രത്തിൽ നിങ്ങളുടെ അച്ഛൻ അത് കട്ട് ചെയ്ത് മക്കളെ. എന്റെ വീതി. പിള്ളേര് ചോദിക്കാം അമ്മ പാല് കുടിക്കുന്നില്ലേന്ന്. നമ്മളാ സാധനം കണ്ടിട്ട് മാസം 2 സുബ്ബലക്ഷ്മി, എന്റെ അമ്മ പാലുകൂടി നിർത്തിച്ചപ്പോ നിന്നതാ എന്റെ പാലുകൂടി. അത്രയൊന്നുമില്ലല്ലോ. അല്ലേലും ഞാൻ എന്തേലും പറയുമ്പോ ഭാർഗവേട്ടനെ കളിയാക്കിയാ മതിയല്ലോ. അല്ലാതെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഭാർഗവേട്ടൻ കൺസൾട്ടിങ് ഫീ കൂട്ടണം. എന്റെ അച്ഛൻ ശങ്കരൻ വൈദ്യരുടെ മുറിയായത്. അതെനിക്ക് അറിയാത്ത കാര്യമല്ലല്ലോ. നീ അറിയുന്നതും അറിയാത്തതും ഒരുപോലെ ആയതുകൊണ്ടാ എനിക്കിത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. 45 വർഷം ഇവിടെ ഇരുന്ന് ചികിത്സിച്ച അദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യം ഈ വീടും 38 സെന്റ് സ്ഥലമാ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ രോഗികൾ ക്യൂ നിന്നിട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സൂര്യപ്രകാശം ഏൽക്കാതെ അസുഖബാധിതനായിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അത് പഴയ കാലം. ഇനി അത് തുടർന്നാൽ സൂര്യപ്രകാശമില്ല, വെള്ളം കിട്ടാതെയായിരിക്കും ഞാനും എന്റെ മക്കൾ ഈ വീട്ടിനകത്ത് കിടന്ന് മരിക്കുക. എന്താ ഭാർഗവേട്ടത്? കല്യാണ വീട്ടിൽ പോലും കാണില്ലല്ലോ ഇത്രയും കാലി കവറുകൾ. ഇതൊക്കെ എന്താന്നാ ചോദിച്ചേ? സുബ്ബലക്ഷ്മി, കുഞ്ഞിക്കാദറിന് പുറത്തു നിന്നും മരുന്ന് വാങ്ങാൻ കാശില്ലാന്ന് പറഞ്ഞപ്പോ വീട്ടില് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ. ഭാർഗവേട്ട, വീടിന് മുൻപിൽ ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള എന്ന് വലിയ അക്ഷരത്തിൽ ബോർഡും വച്ചിട്ട് തലയിൽ മുണ്ടിട്ട് ജീവിക്കാൻ എന്നെ മക്കളെ കിട്ടില്ല. ഞാനൊരു ഡോക്ടറുടെ ഭാര്യ, എന്റെ മക്കള് ഡോക്ടറുടെ മക്കളാ. ഞങ്ങൾക്ക് ആ അന്തസ്സിലും അഭിമാനത്തിലും ജീവിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം ഭാർഗവേട്ടന് മാത്രം. ഭാർഗവേട്ടന് മാത്രം. അവൾ ഇപ്പൊ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവള് ഡോക്ടറുടെ ഭാര്യയല്ലേ, മക്കള് ഡോക്ടറുടെ മക്കളല്ലേ. പിന്നെ ഇപ്പൊ പിടികിട്ടാത്ത ഒന്നേ ഉള്ളൂ, ഈ ഞാൻ ആരാ? മാണിക്കശ്ശേരിയുടെ പൊന്നോമനപുത്രൻ ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ളയുടെ മഹനീയ സാന്നിധ്യത്തിൽ. മദ്യത്തിന്റെ ഉരുക്കു കോട്ടകൾ തല്ലി തകർക്കാൻ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ളയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 4 മണിക്ക് ഈ നാടിന്റെ പ്രമുഖരും അതികായകരുമായ 10ഓളം കുടിയന്മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, ഈ മഹനീയ മുഹൂർത്തം നേരിൽ കണ്ട ശ്രദ്ധിക്കുവാൻ വേണ്ടി എല്ലാ കുടിക്കാത്തവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. കുടിച്ചു നിങ്ങളുടെ വട്ടം കരണം നശിപ്പിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മൈക്കെന്റെ കൂടെ വന്നു. ഇത് ഒഴിക്കട്ടെ. എന്താ ചേച്ചി, ഞാനിങ്ങനെ അലോസ്മെന്റ് ഒക്കെ ആയിട്ട്. അതെ, ഈ ചുറ്റുവട്ടം നിറയെ അസൂയ കുശുമ്പോൾ ആൾക്കാരാ. പഴയ പോലൊന്നും ഡോക്ടറോട് ആർക്കും ഒരു ബഹുമാനം ഇല്ലടാ. അതുകൊണ്ട് അല്പനേരം നീ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഉറക്കുമെന്ന് അനൗൺസ് ചെയ്യും, എല്ലാരും കേൾക്കട്ടെ. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടില്ല ചേച്ചി ഞാനിവിടെ നിൽക്കണത്. ഇന്ന് വൈകിട്ട് ഒരു വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓ ശരി, പോരേച്ചി. അതൊന്നും വേണ്ട, ഒരല്പനേരം മതി. പിന്നെ ഈ ഹോമിയോ ഡോക്ടർ എന്ന് പറയണ്ട, ഡോക്ടർ, അതാ ഒരു സ്റ്റാൻഡേർഡ്. അതൊക്കെ ഞാൻ ഏറ്റി. പിന്നെ ഡോക്ടർ മാത്രല്ല, ചേച്ചിയും ഒരു കഥാപാത്രമായിക്കോ. ഇന്ന് ഞാൻ പൊളിച്ചടക്കും. ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആരാണ് ഈ ഡോക്ടർ?
മാണിക്കശ്ശേരിയുടെ കണ്ണിലുണ്ണിയായ ആ മഹനീയ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ LP സ്കൂളിൽ വെച്ച് നടക്കുന്ന ഗംഭീര പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കണമേ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ നാട്ടുകാരെ, മാണിക്കശ്ശേരി പുഴ കടന്ന് ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയും ഈ കൊച്ചു ഗ്രാമത്തിൽ എത്താതിരുന്നത് ഡോക്ടർ എന്ന മഹാസാന്നിധ്യം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം അവറ്റകൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. തങ്കം, മോളു തങ്കം, ഒന്ന് വന്നേ. എന്താ വാസുട്ടാ ഇത്? ഇങ്ങോട്ട് വന്നേടി. എന്താ ഇത്ര കിടന്ന് ബഹളം വെക്കാൻ? ദേ നോക്ക്, ആ ഹോമിയോ ഡോക്ടറുടെ പരസ്യം. പരസ്യമോ? ആ, ലോകത്ത് ഇന്നേ വരെ പരസ്യമില്ലാത്ത ബിസിനസ് ആയിരുന്നു ചികിത്സ. ദേ ഇപ്പൊ അതിനും തുടങ്ങി. അത് പരസ്യമൊന്നും അല്ല വാസുട്ടാ. പിന്നെ എന്തോ പരിപാടിയാ? എന്താ അവിടെ പുതിയൊരു പരിപാടി? ഭാർഗവേട്ടന്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റാ. ഇതുവഴി പോയപ്പോ ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ. എന്താ പ്രോഗ്രാം? മദ്യനിർമാർജന യജ്ഞം. ദൈവമേ, എന്താ വാസുട്ടാ ഇത്? നഗ്നമായ മനുഷ്യാവകാശ ലംഘനം. പ്രിയമുള്ള നാട്ടുകാരെ, ഇത്രയും മഹാനായ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് രണ്ടുപേരെ കവിത ചൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഹോമിയോ ഡോക്ടറെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, ആളെ കാണുന്നില്ലല്ലോ. ആ ടീഷർട്ടിനകത്ത് ആളുണ്ടടി. ഓ, മാണിക്കശ്ശേരിയുടെ അഭിമാനമാകോ വെറുമൊരു ഡോക്ടറല്ലിവനൊരു കാലൻ. ആ കാലൻ പനിയുടെ കാലൻ, ഡെങ്കിപ്പനിയുടെ കാലൻ. ഇവനൊരു ചുമയുടെ കാലൻ, കൊടുക്കുന്ന കാലൻ, പനിയുടെ കാലൻ, ഡെങ്കിപ്പനിയുടെ കാലൻ. കാലൻ 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 കൊടുക്കുന്ന കാലൻ, ഡെങ്കിപ്പനിയുടെ കാലൻ, ചുമയുടെ കാലൻ, ചൊറിയുടെ കാലൻ, വെറുമൊരു കാലൻ, പടണ കാലൻ, പനിയുടെ കാലൻ. കാലൻ 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 രാജപ്പ, എന്താണ് കാല? അയ്യോ ഡോക്ടർ, വണ്ടി വിട്ടു. ഇന്ന് വൈകിട്ട് കൃത്യം 4 മണിക്ക് മാണിക്കശ്ശേരിയുടെ ചരിത്രമുറങ്ങുന്ന LP സ്കൂളിന്റെ അങ്കണത്തിൽ വെച്ച് ഈ പരിപാടി ഞാൻ പൊളിച്ചിരിക്കും. നാനാണയിട്ടാൽ അത് നടന്നു. ഞാൻ പറഞ്ഞതാ അല്ലേ? അതെ, ക്ഷമിക്കണം. അന്നത്തെ ഒരു ആവേശത്തില് ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അറിയാതെ ചെയ്തത് എന്തായാലും പുഷ്പാട്ടം ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. രാജ്യത്തിന്റെ ദേശീയ വസ്ത്രത്താലല്ലേ ചുമ്മാ ചെളി വാരി തേച്ച് എത്ര ഘട്ട സോപ്പ് കെട്ടാലെന്നറിയോ? അല്ല നേതാവേ, അടിസ്ഥാനപരമായി ചെയ്തത് തെറ്റാണെങ്കിലും നമ്മുടെ പുഷ്പനല്ലേ, നമുക്ക് ക്ഷമിക്കാം. ഓക്കെ ക്ഷമിക്കാം. പക്ഷെ ചെറിയൊരു പണിഷ്മെന്റ്, ഒരു 4 കതർ ഷർട്ട് മേടിച്ചൊരു മാപ്പം പറഞ്ഞ് ക്ഷമ പറഞ്ഞു കൊണ്ട് പോകും. എന്തിനാ 4 ആക്കുന്നത്? 5 എണ്ണം ഞാൻ മേടിക്കും. അതെന്തിനാ? ഞാനും നിങ്ങളോടൊപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. അതങ്ങനെ ശരിയാവും? അതെന്ത് കുഴപ്പം? ഞങ്ങൾ കള്ളന്മാര് ജയിലിൽ നിന്ന് വന്നിട്ട് മോട്ടിക്കുന്നു, നിങ്ങൾ രാഷ്ട്രീയക്കാർ മോട്ടിച്ചിട്ട് ജയിലിൽ പോന്നു. അത്ര വ്യത്യാസമുള്ള നമ്മൾ തമ്മില് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കൂടിയാലോചന കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അന്ന് നിങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് എത്ര കവള് വെള്ളമാ ഞാൻ കുടിച്ചെന്നറിയാമോ? അത് പിന്നെ അങ്ങനെയാണെങ്കിൽ പുഷ്പാട്ടൻ നമുക്ക് രാഷ്ട്രീയത്തിൽ എടുക്കാം അല്ലേ? അപ്പൊ പുഷ്പൻ ഈ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റപ്പ് ഒന്ന് സെറ്റപ്പ്. ഒരു സത്യപ്രതിജ്ഞ. ഇങ്ങനെ ആര്? ഉദയായുടെ തച്ചോളി ഉദയനോ? മനുഷ്യൻ നാണം കെടുത്ത ഒരു പരിപാടിയായിട്ട് ഇറങ്ങിക്കോളും. എന്തെടുക്ക? ഞാൻ 2 മാങ്ങ പൊട്ടിക്കുക. ആ രാജപ്പൻ എന്ന് പറഞ്ഞവനെ ഞാനൊന്ന് കാണട്ടെ. എല്ലാം സഹിക്കും. എന്റെ ഈശ്വര, ആ വാസുട്ട് ഇതെല്ലാം കണ്ടു നോക്കുമ്പോ എന്റെ തൊലി ഉരിയ. ദേ, ആ തെണ്ടിയുടെ കാര്യം മിണ്ടി പോവരുത്. അയാൾ ഒറ്റ ഒരുത്തനാ ആ പരിപാടി കൊളാക്കിയത്. ഭഗവാനെ, കാശുണ്ടായാലും ഇങ്ങനെ ഉണ്ടാവോ വിവരില്ലാത്തവന്മാര്? സുബ്ബലക്ഷ്മി, എന്റെ സംശയം അയാള് ഓൾ കേരള കുടിയന്മാരുടെ സംസ്ഥാന സെക്രട്ടറി ആണോന്നാ. ഓ, ഒരു പുണ്യാളന്മാര്. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കമ്മിറ്റിയിൽ ആരെ ഇപ്പൊ 2 എണ്ണം അടിക്കാത്തത്? ഭാർഗവേട്ടൻ മാത്രം. അത് പിന്നെ കുടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ ഫിറ്റാ. ഭാർഗവേട്ട, എനിക്ക് മോളെ കൊണ്ട് ഡോക്ടറെ കാണിക്കണം. ആ, അത് കൊള്ളാം. അതിനാണോ നീ ഇത്രയും അണിഞ്ഞൊരുങ്ങിയത്? മോളെ കൊണ്ട് റൂമിലേക്ക് വാ, ഞാൻ ദേ എത്തി. ആര്? എങ്ങോട്ട് വരാൻ? ഞാൻ ഡോക്ടർ ജെയിംസിന്റെ അടുത്തേക്ക് പോണേ. മോൾക്ക് കടുത്ത പനിയാ. സുബ്ബലക്ഷ്മി, ഭാർഗവേട്ട, മോൾക്ക് വേഗം റിക്കവർ ആവണം. അവൾക്ക് പഠിക്കാൻ ഒരു കുന്നുണ്ട്.
ഒരു ഭാര്യ എന്ന നിലയിൽ അറിഞ്ഞോ അറിയാതെയോ നീ എന്നെ ഒരുപാട് പരിഹസിക്കാറുണ്ട്. എനിക്കതൊരു സുഖ, കാരണം ഞാൻ നിന്റെ ഭർത്താവാ. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള ആരാണെന്ന് സുബ്ബലക്ഷ്മി അറിയും. എവിടെ എന്റെ മോള്? മാറ്. ഭാർഗവേട്ടാ, അങ്ങനെ ഒരു അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മോൾക്ക് സ്കൂളിൽ ടെസ്റ്റ് പേപ്പറാ. ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവളൊന്ന് എഴുന്നേറ്റിരിക്കുള്ളൂ ഞാൻ കരുതിയോളൂ. ഭാർഗവേട്ട വിട്ട്. മോളെ ചാലു, സ്കൂളിൽ പോകുമ്പോ ഉണ്ടായിരുന്നു കുട്ടിക്ക്? കുറേശ്ശെ. ഒന്നുമില്ല മോളെ, അച്ഛനിപ്പം മരുന്ന് തരാം, ഒക്കെ മാറിക്കോളും. നീ എവിടെ പോവാൻ ഒരുങ്ങിക്കണേ? ശരീരം തുളച്ച് സൂചി കടത്തി മരുന്ന് നിറച്ചാൽ ഈ പനി മാറുമായിരിക്കും. ഒന്നറിഞ്ഞോ, പനി രോഗമല്ല, രോഗലക്ഷണമാണ്. രോഗലക്ഷണത്തെയല്ല ചികിത്സിക്കേണ്ടത്, രോഗത്തെയാണ്. അല്ല എന്റെ കാര്യം പോയി ഡ്രസ് മാറ്റിയിടറാ.